ഫൈസ് നഗറിൽ കൃഷിയിടങ്ങളിലോട്ട് പോകുന്ന കനാൽ നികത്തുന്നതിനെതിരെ പ്രതിഷേധിച്ച് നാട്ടുകാർ വർഷങ്ങളായിട്ടുള്ള കനാലുകളാണ് നികത്താൻ ഒരുങ്ങുന്നത്. ഈ പ്രദേശത്ത് ഏക്കർ കണക്കിന് കൃഷിഭൂമിയും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള നടപ്പാതയും കയ്യേറി നികത്തുന്നു എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിനൊരുങ്ങി. കനാലുകൾ അടച്ചു കഴിഞ്ഞാൽ സമീപത്തുള്ള കൃഷിയിടങ്ങൾ നശിച്ചു പോകുമെന്നും ഇതിനെതിരെ ശക്തമായ നടപടി കാന്തല്ലൂർ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് നാട്ടുകാർ പ്രതിഷേധത്തിനൊരുങ്ങിയിരിക്കുന്നത്. കൃഷി ഓഫീസർ അവരുടെ മുമ്പാകവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ അറിയുന്നതിന് വേണ്ടിയും ഇവിടെ കാലകാലമായിട്ട് കൃഷിഭൂമിക്ക് വെള്ളം കൊണ്ടുവരുന്ന കനാൽ മതിൽ പണിയാണ്. ഇപ്പോൾ കനാൽ എന്ന് പറയുമ്പോൾ 60-70 ഏക്കർ കൃഷിയിടത്തേക്കുള്ള കനാൽ ഇങ്ങനെ കുരയച്ചൻ ചേട്ടൻ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന കുരയച്ചൻ ചേട്ടൻ വന്നിട്ട് മതിൽ പണിയാൻ വേണ്ടി കനാൽ മുഴുവനും അടച്ച് മതിൽ പണിയുകയാണ്. ഇപ്പോൾ ഇവിടെ കൃഷിയെല്ലാം വെള്ളമില്ലാതെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്കുള്ള കനാലും അതിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴിയും കൂടിയാണ് തടസ്സപ്പെടുന്നത്. ഈ വഴിയും കൂടി ഞങ്ങൾക്ക് ഒരു സൗകര്യം, ഇതിനുള്ള യഥാർത്ഥമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കൃഷി ഓഫീസർ അതേപോലെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടും പൊതുവായിട്ട് ഈ പഞ്ചായത്ത് ഓഫീസർ കമ്മിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ വർഷങ്ങളായിട്ട് ഇതൊക്കെ നെൽകൃഷി പാടങ്ങളായിരുന്നു. ഇപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥകളല്ലാത്തതുകൊണ്ട് ഓരോ കൃഷി പൊതുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലുള്ളത് ഫുള്ള് കൗകുന്തയും അതേപോലെ വാഴ കൃഷിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മെയിനായിട്ടുള്ള കനാലാണ് ഈ പണിത് വെച്ചേക്കുന്ന ഈ ഏരിയ. എന്നുവെച്ചാൽ ഇത് പണി തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കനാലിൻ്റെ വീതി വിട്ടിട്ടേ അവർ മതിൽ പണിയൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇത്തരം പണിക്ക് നമ്മൾ സമ്മതിച്ചു എന്ന് എന്തുകൊണ്ട് സമ്മതിച്ചെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിത്തറ നല്ല ക്ലിയർ ആയിട്ട് ഇട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ 2 അടി അല്ലെങ്കിൽ 2 അടി കനാൽ വിട്ടിട്ട് മതിൽ പണിയാവുന്ന രീതിയിലാണ് ആദ്യമേ അവർ പറഞ്ഞത്. രണ്ടാമത് ഇത്തരം പണിതിട്ട് പിന്നെ രണ്ടാമത് മതിൽ പണിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത്തരം വീതി, അതായത് ഈ ഒരു കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് 10-30 വർഷം മുമ്പ് പടക്കം ഉള്ള ഒരു കെട്ടാണ്. കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് കെട്ടാണ്, ഇതിനുള്ള തർക്കമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ ഇവർക്ക് ഉള്ള വായ്ക്കാൽ വിട്ടിട്ടാണ് ഇവർ വഴി പണിത്, വഴിയെല്ലാം മതിൽ പണിത് വെച്ചേക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് മതിൽ ഇതിൽ കൂടി ഒരു കൃഷിക്ക് എന്തോരം വെള്ളം പോകുന്നു ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് അറിയണം. കാരണം വെച്ചാൽ ഇതിൽ താഴേക്ക് പോകുന്നത് ഒരു 1-2 കണ്ടങ്ങളല്ല ഈ വെള്ളം പോയി പായാനുള്ളത്. ഇത് ഏക്കർ കണക്ക് സ്ഥലം താഴേക്കുണ്ട്. അതായത് കാരയൂരിൽ താഴത്തുള്ള ഭൂമിയിലേക്കുള്ള വെള്ളം കാരയൂരിലെ മെയിൻ വായ്ക്കാൽ തടസ്സപ്പെടുമ്പോൾ ഇതിൽ കൂടിയാണ് ആൾക്കാർ കാരയൂരിലേക്ക്, അതായത് കള്ളുഷാപ്പിന്റെ ബാക്കിലുള്ള കായാപറ, കായാപറ, മുക്കവറ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം പോണ മെയിൻ വായ്ക്കാലാണ് ഇത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു സബ് വായ്ക്കാലായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. നെൽകൃഷി സമയമാകുമ്പോഴത്തേക്കും ആ വായ്ക്കാൽ ബ്ലോക്ക് ആകുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നിത്യമായിട്ട് വെള്ളം പോണ ഒരു വായ്ക്കാൽ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഉള്ള വായ്ക്കാൽ ഇതാണ്. ഇതിൽ കൂടിയാണ് അവർ വെള്ളം തിരിക്കുക. ഇതേ വെള്ളം തിരിച്ചു വിട്ടേക്കെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇതൊരു പണിതിൻ്റെ പേരിലാണ് ഈ താഴത്തെ കൃഷിക്കാർ ഇതിൽ കൂടി വെള്ളം വരുന്ന ഒരു വായ്ക്കാലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം തിരിച്ചു വിട്ടേക്കുന്നത്. വെച്ചാൽ ഈ ഒരു ചെസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചിട്ടേക്കുന്നത്. ഇത്ര നാളും ഇതിൽ കൂടി വെള്ളം വിട്ടിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇവർ അടിത്തറ നല്ല രീതിയിൽ പണിതോട്ടെ, നമുക്ക് വായിക്കാനും മതിയല്ലോ, ഇവർ കനാല് ഉള്ള വീതി വിട്ടേച്ച് ഇവർ മതിൽ പണിതോട്ടെ എന്നൊരു കണക്കൂട്ടിലാണ് ഇവർ ഇത്തരം പണിയാനായിട്ട് സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ പൊതുവായിട്ടുള്ള വായ്ക്കാർക്ക് ഇവർ പണിയേണ്ട കാര്യമില്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് പണിയേണ്ടതാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവർ വെള്ളം തിരിക്കുന്ന സമയത്ത് വായ്ക്കാലിൻ്റെ മണ്ണ് മാറ്റി ക്ലിയർ ചെയ്തിട്ടാണ് ഇവർ വെള്ളം തിരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലമായിട്ട്. ഇപ്പോൾ ഇവർ പണ്ടത്തെ തൊടുപുഴക്കാരായിരുന്നു. ഇവർ സ്ഥലം മേടിച്ച് കൂടിയിട്ട് 10-50 വർഷം കണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് 50-40 വർഷമായിട്ടുള്ളൂ ഈ ഭൂമിയൊക്കെ മേടിച്ചിട്ട്. അതിനു മുമ്പും ഇത് വർഷങ്ങളായിട്ട് നെൽകൃഷി പാടങ്ങളായിരുന്നു. ഇപ്പോൾ പറയുന്നത് ഇതിൽ വായ്ക്കാലേ ഇല്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇതിൻ്റെ ഉടമ. അതേ അങ്ങോട്ടൊരു വീഡിയോ എടുത്തോ, ആ ചേട്ടനും കൂടി എടുത്തോ, അപ്പോൾ അറിയാലോ ഈ ചേട്ടനാണ് ഇതിൻ്റെ ഉടമ. ഈ ചേട്ടൻ പറഞ്ഞത് ഇതിൽ വായ്ക്കാലില്ലെന്നാണ് പറഞ്ഞത്. വായ്ക്കാലില്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരം കൃഷി, ഈ വേനൽക്കാലത്ത് ഇത്തരം കൃഷി ഇവരുണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചും ചെയ്യണം. അപ്പോൾ ഇതിനൊരു പരിഹാരം നമുക്ക് ഡിപ്പാർട്ട്മെന്റാണ് കാണിച്ചു തരേണ്ടത്. കാരണം വെച്ചാൽ അവരായിട്ട് കുസ്തി പിടിക്കാനോ കാര്യത്തിനും ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്കാർക്കും ആരോഗ്യമില്ല. കാരണം വെച്ചാൽ അവർ പണത്തിൻ്റെ ആരോഗ്യം കാണിക്കുമായിരിക്കും, നമുക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇതിൻ്റെ ഒരു ആരോഗ്യത്തിലാണ് നമ്മൾ നിൽക്കാൻ പറ്റുക. ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണം. കാരണം വെച്ചാൽ എനിക്കിതൊരു താഴെ ഭൂമിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എനിക്കെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു അയലോക്ക ഭൂമിയാണ്. അപ്പോൾ അതിനൊരു തർക്കം വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ള കാര്യം പറയാൻ വേണ്ടി സംസാരിച്ചാണ്. എനിക്ക് ഇതിൻ്റെ വായ്ക്കാൽ അറിയാൻ തുടങ്ങിയിട്ട് എനിക്കൊരു 10-20 വർഷക്കാലമായിട്ട് ഈ താഴത്തെ കൃഷിഭൂമിയിലേക്കുള്ള വായ്ക്കാലുള്ള കാര്യം എനിക്കറിയാം.
ഇത്രയും ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.